السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. हर इंसान जो दुनिया में आता है ലോകത്ത് വരുന്ന എല്ലാ മനുഷ്യരും ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് വിട പറയണം. എന്നല്ല, ഒരു വസ്തുവിനും സ്ഥായിയായ നിലനിൽപ്പ് ഇല്ല. ചിലർ വളരെ ചെറുപ്പത്തിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകുന്നു. അള്ളാഹു അവരെ തന്റെ അടുക്കലേക്ക് വിളിക്കുന്നു. ചിലർ യുവത്വത്തിൽ, ചിലർ വലിയ വയസ്സിനു ശേഷം, ചിലർ തങ്ങളുടെ പ്രായത്തിന്റെ അങ്ങേയറ്റത്തെ സ്ഥാനത്ത് എത്തുന്നു. അതിനെ അള്ളാഹു ശുദ്ധ ഖുർആനിൽ അർസലിൽ ഉമർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പ്രായത്തിൽ എത്തുമ്പോൾ അവരുടെ ശൈശവത്തിലെ മറ്റുള്ളവരുടെ സഹായം വേണ്ട അവസ്ഥ, അറിവില്ലാത്ത അവസ്ഥയിലേക്ക് വീണ്ടും എത്തുന്നു. അവസാനം അവരും ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നു. എല്ലാവരുടെയും അടുത്ത ബന്ധുക്കൾക്ക് തങ്ങളുടെ അടുത്ത ബന്ധുവിന്റെ ലോകത്തു നിന്നുള്ള വിട പറയലിന്റെ ദുഃഖം ഉണ്ടാകും. അവർ ഏതു പ്രായത്തിൽ വിട പറഞ്ഞാലും ശരി. എന്നാൽ ചില അസ്തിത്വങ്ങളുണ്ട്, അവർ ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോൾ, വഫാത്താകുമ്പോൾ ദുഃഖിക്കുന്നവരുടെ വൃത്തം വളരെ വിശാലമായിരിക്കും. അഥവാ അത്തരത്തിലുള്ള ഒരു ഇഷ്ടപ്പെട്ട വ്യക്തി യുവത്വത്തിൽ അപ്രതീക്ഷിതമായി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ ദുഃഖവും ഖേദവും കൂടുതൽ വർദ്ധിക്കുന്നു. എന്നാൽ അള്ളാഹു നമുക്ക് എല്ലാ ദുഃഖത്തിന്റെയും വേദനയുടെയും പ്രയാസത്തിന്റെയും ഖേദത്തിന്റെയും അവസ്ഥയിൽ അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ദുആ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ്, അവനിലേക്ക് തന്നെ തിരിച്ചു പോകുന്നവരുമാണ്. ഈ ലോകത്ത് നിന്ന് വിട പറയുന്നവരുടെ ബന്ധുക്കൾ അങ്ങേയറ്റത്തെ ക്ഷമയുടെ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ, ഈ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു മർഹൂമിന്റെ ദർജകൾ ഉയർത്തുന്നതോടൊപ്പം വിട്ടേച്ചു പോകുന്നവരുടെ സമാധാനത്തിനുള്ള കാര്യങ്ങളും ഒരുക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഒരു കുട്ടി, ജാമിയ അഹമ്മദിയയിലെ വിദ്യാർത്ഥി റിസ സലീം, ഒരു അപകടം കാരണം 20-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു പ്രിയപ്പെട്ട വ്യക്തി എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ സുഹൃത്ത് തന്റെ ഭാര്യയോടൊപ്പം
വാർത്ത ലഭിച്ച് 2 മണിക്കൂറിനുള്ളിൽ തന്നെ മർഹൂമിന്റെ മാതാപിതാക്കളുടെ അടുത്ത് ഖേദം പ്രകടിപ്പിക്കാനായി ചെന്നു. പറയുന്നു, എന്റെ ഭാര്യ അങ്ങേയറ്റം വിസ്മയം കൊണ്ടു. മർഹൂമിന്റെ മാതാവ് ഇത് പറഞ്ഞപ്പോൾ അവൻ എന്റെ വളരെ പ്രിയപ്പെട്ട മകനായിരുന്നു. എന്നാൽ അവനെ വിളിച്ചവൻ അതിനേക്കാൾ പ്രിയപ്പെട്ടവനാണ്. ഇതാണ് ആ മുഅ്മിനീങ്ങളുടെ അടയാളമായ മറുപടി. ഇത് നമുക്ക് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കുന്നവരിൽ കാണാൻ സാധിക്കുന്നു. ഒരു വിധത്തിലുള്ള അലമുറയും വാവിട്ടുകരച്ചിലും ഇല്ല. അതേ, ദുഃഖം ഉണ്ട്. അതിൽ മനുഷ്യൻ കരയുകയും ചെയ്യുന്നു. ദുഃഖത്തിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥയും ഉണ്ടാകുന്നു. യുവാവായ കുട്ടിയുടെ പ്രയാസം മാതാവിനേക്കാൾ കൂടുതൽ മറ്റാർക്കാണ് ഉണ്ടാവുക? വഫാത്തിന്റെ ദുഃഖം മറ്റാർക്കാണ് കൂടുതലായി ഉണ്ടാവുക? അവരെക്കാൾ കൂടുതൽ ആർക്കാണ് പ്രയാസം ഉണ്ടാവുക? അതല്ലെങ്കിൽ പിതാവിനേക്കാൾ കൂടുതൽ തന്റെ യുവാവായ മകന്റെ വിട പറയലിന്റെ വേദന മറ്റാർക്കാണ് ഉണ്ടാവുക? പിതാവിനെ കുറിച്ച് എന്നോട് ഇതാണ് പറഞ്ഞത്. അപകടത്തിന്റെ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ അങ്ങേയറ്റത്തെ വേദനയുടെ അവസ്ഥയിലായിരുന്നു. കരയുകയും ചെയ്തു, ദുആയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അവസ്ഥ വ്യക്തമായപ്പോൾ, മരണവാർത്ത ലഭിച്ചപ്പോൾ, വഫാത്തായി എന്ന് കുറച്ചു സമയത്തിനു ശേഷം തന്നെ വാർത്ത ലഭിച്ചപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് സമാധാന ചിത്തനായി. ഇതാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ അടയാളം. യുവാവായ കുട്ടിയുടെ പെട്ടെന്നുള്ള മരണം അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഒരു മുഅ്മിൻ തന്റെ വേദന അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ഹാജരായിക്കൊണ്ട് പറയുന്നു, കരയുന്നു. ഹൃദയ സമാധാനത്തിനും മർഹൂമിന്റെ ദരജകൾ ഉയരുന്നതിനും വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ ജർമ്മനി യാത്രയിലായിരുന്നു. തിരിച്ചുള്ള യാത്ര അന്നാണ് തുടങ്ങിയത്. യാത്ര തുടങ്ങുന്നതിനു മുമ്പ് തന്നെ എനിക്ക് വാർത്ത ലഭിച്ചു അപകടം സംഭവിച്ചു എന്ന്. പിന്നീട് വഴിയിൽ വെച്ച് വഫാത്തിന്റെയും വാർത്ത ലഭിച്ചു. പ്രിയപ്പെട്ട ആ കുട്ടിയുടെ മുഖം കൂടെ കൂടെ എന്റെ കൺമുമ്പിൽ വന്നുകൊണ്ടിരുന്നു. ദുആ ചെയ്യാനുള്ള തൗഫീക്കും ലഭിച്ചുകൊണ്ടിരുന്നു. വളരെയധികം പ്രിയപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. UK ജാമിയയിലെ കുട്ടികൾ സ്ഥിരമായി ഞാനുമായി കാണുന്നു. അതുകൊണ്ട് അവർ എല്ലാവരുമായി ഒരു വ്യക്തിപരമായ ബന്ധവും പരിചയവും ഉണ്ട്. മുലാഖാത്ത് സമയത്ത് അഥവാ എനിക്ക് അല്പം സമയം ഉണ്ടെങ്കിൽ ചോദ്യോത്തരങ്ങളും നടക്കുന്നു. ഈ കുട്ടി ഞാനുമായി നടത്തിയ അവസാനത്തെ മുലാഖാത്ത് സമയത്ത് അവന്റെ ഉള്ളിൽ ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന് മറുപടി നൽകാൻ അല്പം സമയം എടുത്തു. വളരെ വിശദമായി ഞാൻ അവന് അത് പറഞ്ഞുകൊടുത്തു. അവന്റെ പിതാവ് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ആ മുലാഖാത്തിനു ശേഷം പ്രിയപ്പെട്ട റസ വളരെയധികം സന്തോഷവാനായിരുന്നു. ഇന്ന് ഏകദേശം 15-16 മിനിറ്റ് നേരത്തെ മുലാഖാത്തിൽ എന്റെ ചോദ്യങ്ങൾക്കുള്ള വിശദമായ മറുപടി എനിക്ക് ലഭിച്ചു. എല്ലായ്പ്പോഴും അവന്റെ കണ്ണുകളിൽ ഖിലാഫത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു സ്നേഹവും തിളക്കവും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട കുട്ടി ജാമ്യയിൽ പ്രവേശിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവന് കളിയിലും മറ്റുമാണ് കൂടുതൽ താല്പര്യം. ആത്മാർത്ഥതയും കൂറും അത് എല്ലാ അഹമ്മദികൾക്കും ഉള്ളതുപോലെ ഉണ്ടായിരിക്കാം. ഈ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്കുള്ളതുപോലുള്ളതായിരിക്കാം. എന്നാൽ ഈ കുട്ടി എന്റെ നിഗമനത്തെ പൂർണ്ണമായും തെറ്റാണ് എന്ന് തെളിയിച്ചു. പഠനത്തിലും ബുദ്ധിമാനായി തീർന്നു. കളികളിൽ തീർച്ചയായും താല്പര്യമുണ്ടായിരുന്നു. ആത്മാർത്ഥതയിലും കൂറിലും വളരെയധികം ഉന്നതമായ നിലയിലായിരുന്നു. ഖിലാഫത്തിന്റെയും ദീനിന്റെയും സംരക്ഷണത്തിനു വേണ്ടി
ഞാനൊരു ഉറയില്ലാത്ത വാളായിത്തീരണം എന്ന ആവേശം ഉണ്ടായിരുന്നു. उसके दोस्तों ने लिखे हैं, അവന്റെ സുഹൃത്തുക്കൾ എഴുതിയിരിക്കുന്ന ചില സംഭവങ്ങളിലൂടെ അവൻ അത് ചെയ്തു കാണിച്ചു എന്ന് തെളിയിക്കുന്നു. लिखने वाले उसके दोस्तों എഴുതുന്ന അവന്റെ അനേകം സുഹൃത്തുക്കൾ, ക്ലാസ് ഫെല്ലോസ്, तलबा ने, ജാമ്യയിലെ വിദ്യാർത്ഥികൾ, बहन भाई और वालदैन ने സഹോദരീ സഹോദരന്മാർ, മാതാപിതാക്കൾ എല്ലാവരും എനിക്ക് അവന്റെ ഗുണങ്ങളെക്കുറിച്ച് എഴുതി. हर एक ने ഈ ഒരു കാര്യം ഏകദേശം എല്ലാവരും എഴുതിയിട്ടുണ്ട്. വിനയം, നല്ല സ്വഭാവം, दीन की गैरत, ദീനിനു വേണ്ടിയുള്ള ആത്മാഭിമാനം, ഖിലാഫത്തുമായുള്ള സ്നേഹവും ബന്ധവും, അതിഥി സൽക്കാരം, വികാരങ്ങളെ മാനിക്കൽ, ഇതവന്റെ പ്രത്യേകമായ ഗുണങ്ങളായിരുന്നു. ऐसे लोग അത്തരം ആളുകൾ वसल्लम के इरशाद के मुताबिक റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അനുസരിച്ച് शामिल होते हैं जिन पर जन्नत സ്വർഗം സുനിശ്ചിതരായിത്തീരുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. ആരെയാണോ എല്ലാവരും പ്രശംസിക്കുന്നത്. ഈ കുട്ടി दीन की जज्बत की खिदमत का ദീനീ സേവനത്തിനുള്ള एक खास जज्बा रखता था. ഒരു പ്രത്യേക വികാരാവേശം ഉള്ള കുട്ടിയായിരുന്നു. वगैरह में भी हिस्सा ഒരുപക്ഷെ കളികളിലും ഹൈക്കിങ്ങുകളിലും മറ്റും ഭാഗവാക്കായിരുന്നത്. ഇതിനു വേണ്ടിയായിരിക്കാം ആരോഗ്യമുള്ള ശരീരം ദീനീ സേവനത്തിന് ആവശ്യമാണ്. दवाइफ लिखने वालों ने അവന്റെ പ്രത്യേകതകൾ എഴുതുന്നവർ इजहार किया. ഈ പ്രിയപ്പെട്ട കുട്ടിയെക്കുറിച്ച് തങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിച്ചത് इजहार ऐसा है जो उसके എല്ലാ അഭിപ്രായങ്ങളും അവന്റെ ശ്രേഷ്ഠതകൾ പ്രകടിപ്പിക്കുന്നതാണ്. अजीजम रजा सलीम जो അസീസം റസാ സലീം, ये कारकुन നമ്മുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ ജഫർ സലീം സാഹിബിന്റെ മകനായിരുന്നു. 2016 को 2016 സെപ്റ്റംബർ 10 इटली में हाइकिंग के दौरान ഇറ്റലിയിൽ ഹൈക്കിങ്ങിനിടയിൽ ഒരു അപകടത്തിൽപ്പെട്ട് വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ये 27 सितंबर 1900 ഇദ്ദേഹം ഡിസംബർ 27, 1993 ഡ്രിൽഫോർഡ് UK-യിലാണ് ജനിച്ചത്. വഖഫെനോ പദ്ധതിയിൽ അംഗമായിരുന്നു. खानदान में ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് ഇദ്ദേഹത്തിന്റെ പ്രപിതാമഹൻ का ताल्लुक ബഹുമാനപ്പെട്ട അല്ലാദീൻ സാഹിബ് മുഖേനയാണ് വന്നത്. അദ്ദേഹം കാദിയാനടുത്തുള്ള ഒരു ഗ്രാമക്കാരനായിരുന്നു. അദ്ദേഹം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ കൈകളിൽ ബൈഅത്ത് ചെയ്തു. 2012 में പ്രിയപ്പെട്ട കുട്ടി 2012 UK-യിലെ ജാമിയയിൽ അഡ്മിഷൻ നേടി തങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ മുറബി ആവുകയായിരുന്നു. ദർജ സാൽസ പാസായി റാബിയയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. मरहूम മർഹൂം മൂസിയായിരുന്നു. വസിയത്തിന്റെ ഫോറം ഇദ്ദേഹം പൂരിപ്പിച്ചിരുന്നു. നടപടികൾ നടക്കുകയായിരുന്നു. कारपरदास को लिखा गया ഞാൻ കാർപർദാസിന് എഴുതി ഇദ്ദേഹത്തിന്റെ വസിയത്ത് അംഗീകരിച്ചിരിക്കുന്നു. के अलावा മാതാപിതാക്കളെ കൂടാതെ 2 സഹോദരിമാരും 2 भाई भी हैं. 2 സഹോദരന്മാരും കുട്ടിക്കുണ്ട്. हाफिज इजाज अहमद साहब ഹാഫിസ് ഇജാസ് അഹമ്മദ് സാഹിബ് ജാമിയ അഹമ്മദിയ UK-യിലെ അധ്യാപകനാണ്. ഹൈക്കിങ്ങിന്റെ ഇൻചാർജുമാണ്. ഹൈക്കിങ്ങിന് ഇവരുടെ കൂടെ പോയിരുന്നു. അദ്ദേഹം ഈ സംഭവത്തിന്റെ ചില വിശദീകരണങ്ങൾ നൽകി എഴുതുന്നു. पहाड़ की ഞങ്ങൾ ഒരു ദിവസം മുമ്പ് പർവ്വതത്തിന്റെ കൊടുമുടി പൂർത്തിയാക്കി രാത്രി ഏകദേശം 500 മീറ്റർ താഴെ ഒരു ഹട്ടിൽ കഴിച്ചുകൂട്ടി. മുകളിൽ നിന്ന് താഴെ വന്നിരുന്നു. जो मुश्किल रास्ता था तय कर चुके थे. പ്രയാസകരമായ വഴി താണ്ടിക്കഴിഞ്ഞിരുന്നു. करीब दीगर അവിടെ ഞങ്ങളോടൊപ്പം ഏകദേശം 10ഓളം മറ്റു ഹൈക്കേഴ്സും ഉണ്ടായിരുന്നു. രാവിലെ ഏകദേശം 8 മണിക്ക് ഞങ്ങൾ ഹട്ടിൽ നിന്നും തിരിച്ചുള്ള യാത്ര പുറപ്പെട്ടു. അപ്പോൾ കാലാവസ്ഥയും പൂർണ്ണമായും ക്ലിയർ ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വരിയായി പോവുകയായിരുന്നു. പെട്ടെന്ന് അസീസം റസാ സലീമിന്റെ കാൽ വഴുതുകയോ കാൽ കല്ലിൽ വെച്ച് തട്ടുകയോ ചെയ്തു. അത് കാരണം അവന് സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. की वजह से आगे की तरफ भागे. വേഗതയിൽ താഴ്ചയുള്ളത് കൊണ്ട് മുന്നോട്ടു പോയി. എന്നാൽ നിയന്ത്രണം കിട്ടിയില്ല. തലകുത്തി താഴെ വീണു. पहन रखा था. അദ്ദേഹം തലയിൽ ഹെൽമെറ്റ് ധരിച്ചിരുന്നു. എന്നിരുന്നാലും താഴെ വീണത് കാരണം തലക്ക് പരിക്ക് പറ്റി. डॉक्टरों का ख्याल है ഡോക്ടർമാർ പറയുന്നത് के दौरान में വീഴുന്നതിനു മുമ്പ് തന്നെ അബോധാവസ്ഥ ഉണ്ടായിരുന്നു. चोट लगने से पहले പരിക്ക് പറ്റുന്നതിന് മുമ്പ് തന്നെ सांस रुक गया था. बहरहाल ശ്വാസം നിലച്ചിരുന്നു. क्योंकि सीधे गिरे थे. कहते हैं ഏതായിരുന്നാലും കുത്തനെയാണ് വീണത് പറയുന്നു. ആ സമയത്ത് വിനീതൻ അവനെ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ വിജയിച്ചില്ല. പിന്നീട് മറ്റൊരു വിദ്യാർത്ഥി അസീസും ഹുമയൂൺ മുന്നിൽ പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം പിടിക്കാനായി ശ്രമിച്ചു. അസീസം ഹുമയൂണിന്റെ കൈകൾ അവന് തട്ടി. എന്നാൽ അവനെ പിടിക്കുന്നതിൽ വിജയിച്ചില്ല. गहराई की तरफ गिर गए. അസീസം റസാ സലീം താഴ്ചയിലേക്ക് വീണു. അപകടം കണ്ട് മറ്റു ചില വിദ്യാർത്ഥികളും താഴെ പോയി രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തി. എന്നാൽ പറയുന്നു, ഞാൻ അവരെ വിലക്കി. കാരണം അത് മുഖേന വലിയ അപകടത്തിന് സാധ്യതയുണ്ടായിരുന്നു. चलने वाले दूसरे
അതിനുശേഷം ആ വഴിയിലൂടെ പോകുന്ന മറ്റു സഹോദരങ്ങളുടെ സഹായത്തോടെ ये लोग भी नीचे മറ്റെല്ലാ വിദ്യാർത്ഥികളെയും മുകളിലേക്ക് കൊണ്ടുവന്നു. കാരണം ഇവർ വളരെ താഴേക്ക് ഇറങ്ങിയിരുന്നു. चलने की हिम्मत नहीं थी जो बाकी तलबा साथ थे। हादसे के फौरन കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് ആ സമയത്ത് ഷോക്ക് കാരണം നടക്കാനും आ गया। अजीम रजा सलीम ആർക്കും സാധിക്കുമായിരുന്നില്ല. അപകടത്തിന് ഉടനെ തന്നെ എമർജൻസി സർവീസിനെ അറിയിച്ചു. से अपने आदमी 20 മിനിറ്റിനുള്ളിൽ ഹെലികോപ്റ്റർ വന്നു. അസീസും റസാ സലീം ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹെലികോപ്റ്ററിന്റെ സ്ഥലം പറഞ്ഞു കൊടുത്തു. അവിടെ അവർ ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ തങ്ങളുടെ ആളുകളെ ഇറക്കി. तलबा हेलीपैड के ഏതുവരെ पहुंच गए। ഗ്രൂപ്പ് ഹെലിപ്പാഡ് വരെ എത്തില്ലയോ അതുവരെ അവർ അസീസും റസാ സലീമിന്റെ മരണത്തെക്കുറിച്ച് ഒരു വാർത്തയും നൽകിയില്ല. എല്ലാ വിദ്യാർത്ഥികളും ഹെലിപ്പാഡിനടുത്ത് സുരക്ഷിതമായി എത്തിയപ്പോൾ എമർജൻസി സർവീസുകാർ അസീസും റസാ സലീമിന്റെ മരണം കൺഫേം ചെയ്തു. അതിനുശേഷം 1 മണിക്കൂറിനുള്ളിൽ हम चल रहे थे। അടുത്തുള്ള നഗരത്തിൽ മുഴുവൻ വിദ്യാർത്ഥികളെയും ഹെലികോപ്റ്ററിലൂടെ എത്തിച്ചു. ഈ അപകട സമയത്ത് കാലാവസ്ഥ പൂർണ്ണമായും ക്ലിയർ ആയിരുന്നു. ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന ട്രാക്ക് അതിന്റെ പേര് തന്നെ നോർമൽ ട്രാക്ക് 2 എന്നാണ്. റസാ സലീമിന്റെ പിതാവ് സലീം സാഹിബ് അവിടെ പോയിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അവിടെയുള്ള ആളുകൾ പറഞ്ഞു ഇത് തികച്ചും നോർമലായ ട്രാക്കാണ്, और ഒരു പ്രയാസവും ഉള്ളതല്ല, ഞങ്ങളുടെ കുട്ടികൾ പോലും ഇതിലൂടെ കടന്നു പോകാറുണ്ട്. ഒരു വൃദ്ധനായ ആൾ പറഞ്ഞു, था ഞാൻ ഇതിലെ ദിവസവും നടക്കാറുണ്ട് എന്ന് പറഞ്ഞു. പറയുന്നു और बच्चे बड़े सब इस ट्रैक पर चलते हैं। वहां पर പൊതുവിൽ ലോക്കൽ ആളുകൾ ആർക്കൊക്കെയാണോ ഈ അപകടത്തിന്റെ വാർത്ത കിട്ടിയത് അവരെല്ലാവരും പറഞ്ഞു പ്രത്യക്ഷത്തിൽ ഈ ട്രാക്കിൽ ഒരു होती है। അപകടവും ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ തക്ദീറാണെന്ന് തോന്നുന്നു. ഏതായിരുന്നാലും ഈ എല്ലാ വിശദീകരണങ്ങളും ഞാൻ പറയാനുള്ള കാരണം ചിലർ ഫോണിലൂടെ और पैगामात और സന്ദേശങ്ങളും വാട്സപ്പും वीडियो से മറ്റ് മാർഗങ്ങളിലൂടെയും ചില തെറ്റായ നിഗമനങ്ങൾ നടത്തുന്നു. बाहर चला गया था। ഒരുപക്ഷെ ഒറ്റക്ക് പുറത്തു പോയിട്ടുണ്ടായിരിക്കും, കാലാവസ്ഥ മോശമായിരിക്കും, പൂർണ്ണമായ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല, अखबार ने वहाँ के अखबार ने लोकल अखबार ने जो വസ്ത്രം അണിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല. എന്നാൽ അവിടുത്തെ ലോക്കൽ പത്രം എഴുതിയ വാർത്തയിൽ അതിൽ പറഞ്ഞിട്ടുണ്ട് लिबास होता है वो इन लोगों ने पहना हुआ था। പ്രത്യേകമായ വസ്ത്രമുണ്ട്, അതവർ പൂർണ്ണമായ നിലയിൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം തന്നെ ധരിച്ചിരുന്നു. ആളുകളും അത്തരം വ്യാഖ്യാനങ്ങൾ നൽകുന്നവർ ബുദ്ധി ഉപയോഗിക്കേണ്ടതാണ്. അത്തരം അവസരങ്ങളിൽ അനാവശ്യമായ വ്യാഖ്യാനങ്ങൾ നൽകുന്നതിന് പകരം इस बात का इजहार होना चाहिए। സഹാനുഭൂതിയുടെ പ്രകടനമാണ് കാഴ്ചവെക്കേണ്ടത്. और इसमें ना ही इंतजामिया ഇതിൽ സംഘാടകരുടെ ഒരു തെറ്റുമില്ല, अल्लाह ताला ആരുടെയും തെറ്റില്ല. അള്ളാഹു रखा होता है। आई സമയം വെച്ചിട്ടുണ്ടായിരിക്കും. അതെത്തി കല്ല് തട്ടി വഴുതി. എങ്ങനെയാണ് വീണതെന്നറിയില്ല. തലകറക്കം വന്നോ, എന്താണ് കാരണം, तकदीर थी എന്തായിരുന്നാലും ഒരു തക്ദീറായിരുന്നു. ഒരുപക്ഷെ അള്ളാഹു അത്ര ജീവിതമായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുക. കൂടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികളും ദുഃഖത്തിലാണ്. उन्हें भी हिम्मत और हौसला അള്ളാഹു അവർക്ക് ധൈര്യവും ശക്തിയും നൽകുമാറാകട്ടെ. और अपनी आम जिंदगी में वो जल्द തങ്ങളുടെ സാധാരണ ജീവിതത്തിലേക്ക് അവർ പെട്ടെന്ന് തിരിച്ചു വരുമാറാകട്ടെ. आ सकती है। जैसा कि पहले ही मैंने ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഓർമ്മകളെ മറക്കാൻ സാധ്യമല്ല. दोस्तों में जिक्र चलते भी रहेंगे। സുഹൃത്തുക്കളിൽ സംസാരം നടന്നുകൊണ്ടിരിക്കും. എന്നാൽ किसी भी किस्म की ഇത് കാരണം ഒരു വിധത്തിലുള്ള നിരാശയും ഉണ്ടാകാൻ പാടില്ല. खौफ पैदा नहीं होना चाहिए जामिया के तलबा को भी। ഭാവിയിലെ ജാമ്യയിലെ വിദ്യാർത്ഥികൾക്കും ഭയം ഉണ്ടാകാൻ പാടില്ല. लिखते हैं कि मेरा बहुत സലീം ജഫർ സാഹിബ് എഴുതുന്നു, ഇതെന്റെ വളരെ പ്രിയപ്പെട്ട ഒരു മകനായിരുന്നു, खूबियों का मालिक था। ഒരുപാട് ശ്രേഷ്ഠതകളുടെ ഉടമസ്ഥനായിരുന്നു. जिक्र करता हूँ പറയുന്നു, ഏതാനും ചില കാര്യങ്ങൾ പറയാം. എപ്പോഴും സത്യം പറയുമായിരുന്നു. पता नहीं था। തെറ്റ് സംഭവിച്ചുവെങ്കിൽ അത് മറച്ചു വെക്കുമായിരുന്നില്ല. ശകാരം കേൾക്കാൻ സാധ്യതയുണ്ടായാലും അത് വകവെക്കുമായിരുന്നില്ല. वरना उसकी आदत में शामिल था। തന്റെ തെറ്റുകളെ അംഗീകരിക്കുകയും സത്യത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്നത് അവന്റെ ശീലത്തിൽ ഉൾപ്പെട്ടതായിരുന്നു. കുട്ടികളെ വളരെയധികം സ്നേഹിക്കുമായിരുന്നു. തന്റെ സഹോദരിയുടെ കുട്ടികളെ വളരെയധികം സ്നേഹിക്കുമായിരുന്നു. അഥവാ സഹോദരി തന്റെ കുട്ടികളോട് ദേഷ്യപ്പെട്ടാൽ इतना हसास था कि खुद रो पड़ता। ഇവൻ ഇത്രമാത്രം നിർമ്മല ഹൃദയനായിരുന്നു, സ്വയം കരയുമായിരുന്നു. അവൻ പറയുമായിരുന്നു, കുട്ടികളുടെ പരിഷ്കരണം അടിക്കുന്നതിലൂടെ നടക്കുകയില്ല. पहले जिक्र किया आपने മുലാഖാത്തിനെ കുറിച്ച് ഇദ്ദേഹം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം എഴുതുന്നു, शो के फोन पे बताया करता था कि आज मेरी मुलाकात हुई है। മുലാഖാത്ത് നടക്കുമ്പോൾ എല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഫോണിൽ പറയുമായിരുന്നു, ഇന്ന് എന്റെ മുലാഖാത്ത് നടന്നു. പറയുന്നു, ഈ സന്തോഷത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുമായിരുന്നു. മുലാഖാത്തിന് മുമ്പ് ഓഫീസിൽ നൈൽ കട്ടർ നിർബന്ധമായും ആവശ്യപ്പെടുമായിരുന്നു. ഞാൻ അകത്തു പോവുകയാണ്, കൈ കൊടുക്കുമ്പോൾ എന്റെ നഖം തട്ടിപ്പോകരുത്. ഇത്ര സൂക്ഷ്മമായ നിലയിൽ ശ്രദ്ധിക്കുന്ന എത്ര പേരുണ്ട്. दूसरों को चीजें देखकर खुशी महसूस करता था। മറ്റുള്ളവർക്ക് വസ്തുക്കൾ ലഭിക്കുന്നത് കണ്ട് സന്തോഷിക്കുമായിരുന്നു. പറയുന്നു, चॉकलेट या दूसरी ചെറുപ്പം മുതൽ തന്നെ ഞങ്ങൾ ഇവനു വേണ്ടി ചോക്ലേറ്റും മറ്റു സാധനങ്ങളും കൊണ്ടുവരുമ്പോൾ हाथ लग जाती थी। അഥവാ അവന്റെ കയ്യിൽ കിട്ടിയാൽ
पहले दिन इसी ഒരാഴ്ചക്കുള്ള സാധനമാണ് കൊണ്ടുവന്നത് എങ്കിൽ പോലും स्टूडेंट ने बांट दिया ആദ്യ ദിവസം തന്നെ തന്റെ കൂട്ടുകാരിൽ के दौरान भी जो बाहर से लोग लड़के കൊടുക്കുമായിരുന്നു. से बाहर से वीकेंड पे अपने घरों को नहीं ജാമിയയിൽ വിദ്യാഭ്യാസ കാലത്തും ലണ്ടന് പുറത്തുനിന്ന് വരുന്ന കുട്ടികൾ अपनी अम्मी വീക്കെൻഡിൽ തങ്ങളുടെ വീട്ടിൽ പോകാൻ സാധിക്കാത്തവർക്ക് തന്റെ മാതാവിനോടോ ഉമ്മയോടോ പറയുമായിരുന്നു, എന്റെ കൂടെ ഇത്ര സുഹൃത്തുക്കൾ വരുന്നുണ്ട്, അതുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കുന്നതായിരിക്കും, ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി വെക്കുക. अगर कोई चीज से खाने के लिए ഹോസ്റ്റലിൽ പോകുമ്പോൾ ഭക്ഷണമായി ഇത് വെച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് എന്തെങ്കിലും നൽകിയാൽ അഥവാ അത് മതിയായ തോതിൽ ഉണ്ട് എങ്കിൽ കൊണ്ടുപോകുമായിരുന്നു. पूरी आ जाए എന്റെ റൂംമേറ്റ്സിലെ എല്ലാവർക്കും തികണം, അല്ല എങ്കിൽ ഉപേക്ഷിച്ചു പോകുമായിരുന്നു. എനിക്ക് മറിഞ്ഞിരുന്ന് ഒറ്റക്ക് കഴിക്കാൻ സാധ്യമല്ല. अपने दोस्तों के कपड़े भी कहते हैं പറയുന്നു, തന്റെ സുഹൃത്തുക്കളുടെ വസ്ത്രവും ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. പറയുമായിരുന്നു, ഇത് എന്റെ സുഹൃത്തുക്കളുടെ വസ്ത്രമാണ്, ഇത് കഴുകി ഇസ്തിരിയിട്ടാലും. भाइयों से भी बहुत प्यार का ताल्लुक സഹോദരി സഹോദരന്മാരോടും വലിയ സ്നേഹബന്ധമായിരുന്നു. कि काम करना खिदमत करना പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി എല്ലാവരുടെയും ജോലി ചെയ്യാൻ, के लिए तो സേവനം ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. തനിക്ക് വേണ്ടി തീർച്ചയായും കഴിച്ചുരുക്കുമായിരുന്നു. പിശുക്ക് എന്ന് പറയാൻ സാധ്യമല്ല, അമിതമായ ചെലവ് ചെയ്യുമായിരുന്നില്ല. എന്നാൽ മറ്റുള്ളവർക്കായി വളരെ തുറന്ന കൈയായിരുന്നു. और वसीयत भी जैसे ഞാൻ പറഞ്ഞതുപോലെ വസിയത്തും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അംഗീകരിച്ചിരിക്കുന്നു. वसीम अलैहिस्सलाम ഹദ്റത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമും ഖിലാഫത്തുമായി അങ്ങേയറ്റത്തെ സ്നേഹമായിരുന്നു. ഒരിക്കലും ഇതിനെതിരിൽ ഒന്നും കേൾക്കാൻ സാധിക്കുമായിരുന്നില്ല. खामोश नहीं रहता था बात सुन के. അത്തരം കാര്യങ്ങൾ കേട്ട് ഒരിക്കലും നിശബ്ദനായിരിക്കുമായിരുന്നില്ല. अगर कोई ऐसी बात सुने चाहे कोई भी हो എല്ലായ്പ്പോഴും അത്തരത്തിലുള്ള കാര്യം കേട്ടാൽ അത് ആര് തന്നെയായാലും ശരി, പറയുന്നു, അവന്റെ മുഖം ചുവക്കുമായിരുന്നു. कहते हैं कि क्योंकि बहुत साबिर था പറയുന്നു, कभी मांगता नहीं था इसलिए हमें इसका വളരെ ക്ഷമാശീലനായിരുന്നു. खुद ही ख्याल रखना पड़ता था. ഒരിക്കലും ചോദിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അവന്റെ ആവശ്യങ്ങൾക്ക് ഞങ്ങൾക്ക് സ്വയം ശ്രദ്ധിക്കേണ്ടതായി വരുമായിരുന്നു. पढ़ाई के दौरान हमेशा പഠന സമയത്ത് പ്രത്യേകിച്ച് യു കെക്ക് പുറത്തുനിന്ന് യൂറോപ്പിൽ നിന്ന് വരുന്നവർക്ക് मदद किया करता था इंग्लिश में. അവരെ ഇംഗ്ലീഷിൽ പ്രത്യേകം സഹായിക്കുമായിരുന്നു. ഒരുപാട് കുട്ടികളും എനിക്ക് എഴുതി, हमारी സീനിയറായ ചില കുട്ടികളും എഴുതുകയുണ്ടായി. ഞങ്ങളുടെ ഇംഗ്ലീഷ് പേപ്പർ സമയത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ വളരെയധികം സഹായിക്കുമായിരുന്നു. तो कोई चीज में थी नहीं, हमेशा इसको हंसते मुस्कुराते കോപം എന്നൊരു വസ്തു അവന്റെ ने यही लिखा है. ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. എപ്പോഴും ചിരിച്ചു खुद भी करता കൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ടാണ് കണ്ടത്. എല്ലാവരും ഇത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ശുദ്ധമായ തമാശകൾ സ്വയം ചെയ്യാറുണ്ടായിരുന്നു. അത് മുഖേന എല്ലാവരെയും സന്തോഷിപ്പിക്കുമായിരുന്നു. नमाज का इंतहाई पाबंद നമസ്കാരം वक्फे കൃത്യനിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുന്ന വഖഫേനോ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവ് പറയുന്നു, വഖഫെ ജിന്ദഗി ആകാനുള്ള തൗഫീക്കും അല്ലാഹു നൽകി. എപ്പോഴും സത്യം പറയുന്ന सिफत सिद्दीकी की को സിഫത്തെ സിദ്ദീഖിയത്തിന്റെ के मुताबिक उसमें हिस्सा पाया. തന്റെ തൗഫീഖ് അനുസരിച്ചുകൊണ്ട് അതിൽ നിന്ന് ഭാഗം കരസ്ഥമാക്കി. എന്റെ പഴയ ആഗ്രഹമായിരുന്നു ഇവൻ ഒരു മുറബിയായി ജമാഅത്തിനെ സേവിക്കണം എന്നത്. അദ്ദേഹം എന്നോടും പറഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ഇത് തന്നെയാണ് പറഞ്ഞത്. ഈ കുട്ടി ജാമിയയിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ മുറബി ആയിട്ടുണ്ടായിരുന്നു. ചില സംഭവങ്ങൾ പറയുന്നതായിരിക്കും. അതിൽ നിന്ന് അവന് തർബീയത്തിനും തബ്ലീഗിനും എത്രമാത്രം താല്പര്യമുണ്ടായിരുന്നു എന്നറിയാൻ സാധിക്കും. और ये जो सफर था ये भी जैसे पहले ഈ യാത്ര ഏതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞു, के सेहतमंद जिस्म के लिए यकीनन सफर ആരോഗ്യമുള്ള ശരീരത്തിനു വേണ്ടിയാണ് इसलिए അവൻ യാത്ര ചെയ്തത്. भी एक ആ അർത്ഥത്തിൽ ഇതും ഒരു दीनी सफर ही कहना चाहिए. ദീനിയായ യാത്രയാണ് എന്നാണ് പറയേണ്ടത്. അള്ളാഹു इसके ഇവന്റെ फरमाता रहे സ്ഥാനവും ഉയർത്തിക്കൊണ്ടുപോകട്ടെ, സമീപസ്ഥരിൽ ഇടം നൽകുകയും ചെയ്യുമാറാകട്ടെ. लिखे हैं मैनचेस्टर वक्फे आरजी पे किया അദ്ദേഹത്തിന്റെ പിതാവ് എഴുതുന്നു, മാഞ്ചസ്റ്റർ വഖഫെ ആർസിയിൽ പോയിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വരുന്ന ദിവസം ആരോ ഒരാൾ ഒരു കവർ അവന്റെ പോക്കറ്റിലിട്ടു. അവൻ അത് തുറന്നു നോക്കി. അപ്പോൾ അതിൽ കുറച്ച് തുകയായിരുന്നു. റസ നന്ദി പറഞ്ഞുകൊണ്ട് അത് തിരിച്ചു നൽകി. अंकल हमें ये എന്നിട്ട് പറഞ്ഞു, അങ്കിൾ, ഞങ്ങൾക്കിത് വാങ്ങുന്നത് വിലക്കപ്പെട്ടതാണ്. ഈ വ്യക്തി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് കത്തും എഴുതി. बच्चा जो मुरब्बी बन रहा മുറബി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കുട്ടി അവൻ ഇവിടെ വന്നിരുന്നു. है वो यहाँ आया था, ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. हैरान कर गया. अगर ऐसे बच्चे मुरब्बी बनेंगे അഥവാ അത്തരം കുട്ടികൾ മുറബിമാരായി തീർന്നാൽ തീർച്ചയായും ജമാഅത്തിൽ ആത്മീയമായ പരിവർത്തനം ഉണ്ടാകും. क्योंकि उसमें लिखा गया इस तरह കാരണം എഴുതിയിരുന്നു, അവന് പ്രകാരം ഞങ്ങൾ നൽകി. അവൻ അത് വാങ്ങുന്നതിൽ നിന്നും വിട്ടുനിന്നു. വളരെ അധ്വാനത്തോടുകൂടി തന്നെ ജോലി ചെയ്തു. इनकी वालदा लिखती हैं ഇദ്ദേഹത്തിന്റെ മാതാവ് എഴുതുന്നു, अपने वालदैन और എന്റെ മകൻ वाला था. मेरे
मेरे साथ उसका मोहब्बत का ताल्लुक वैसे तो हर बच्चे का वालिदैन തന്റെ മാതാപിതാക്കളുടെയും ജമാഅത്തിനെയും അനുസരിക്കുന്നവനായിരുന്നു. എന്നോട് പ്രത്യേകമായ സ്നേഹമുണ്ടായിരുന്നു. പൊതുവിൽ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് സ്നേഹം ഉണ്ടായിരിക്കും. എന്നാൽ ഇവന്റെ സ്നേഹത്തിന്റെ രീതി തികച്ചും വ്യത്യസ്തമായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന, വാക്കുകൾ അനുസരിക്കുന്ന, വളരെ ചെറിയതായ കാര്യത്തിൽ പോലും വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന, ചെറിയവരോടും വലിയവരോടും വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുമായിരുന്നു. എന്നെ വീട്ടിലുള്ളപ്പോൾ എല്ലാ വീട്ടുജോലികളിലും സഹായിക്കുമായിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം അവൻ ചോദിക്കും, നിങ്ങൾ ക്ഷീണിച്ചുവോ, ഞാൻ സഹായിക്കട്ടെ. ഞാൻ ബുദ്ധിമുട്ടുന്നതായി കാണുന്നത് സഹിക്കുമായിരുന്നില്ല. എപ്പോഴും പറയുമായിരുന്നു, താങ്കളുടെ കണ്ണിൽ കണ്ണുനീർ കാണരുത്. ജാമ്യയിൽ നിന്ന് തിരിച്ചു വന്നാൽ ഉടനെ തന്റെ വീട്ടിലെ എല്ലാവരുടെയും കാര്യം അന്വേഷിക്കും. ആഴ്ച മുഴുവൻ എല്ലാവരും എങ്ങനെയായിരുന്നു, എല്ലാവരെ കുറിച്ചും വളരെ വ്യാകുലതയോടുകൂടി ചോദിക്കുമായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി ഇസ്ലാമാബാദിൽ പോകുമ്പോൾ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ഓടിപ്പോകുമായിരുന്നു. ഞാൻ ഹുസൂറിനെ കാണാൻ പോവുകയാണ്, കൂടെ നടക്കുകയും ചെയ്യണം. റബുവയിലെ ഡോക്ടർ നുസ്രത് ജഹാൻ സാഹിബ ഇപ്പോൾ ഇവിടെയാണ്, വളരെയധികം രോഗിയാണ്. അള്ളാഹു അവർക്കും ആരോഗ്യം നൽകുമാറാകട്ടെ. അവർക്ക് ഇവരുടെ വീടുമായി വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു. പറയുമായിരുന്നു, ഞാൻ അവർക്ക് വേണ്ടി വളരെയധികം ദുആ ചെയ്യുന്നു. അള്ളാഹു അവർക്ക് ആരോഗ്യം നൽകട്ടെ. അള്ളാഹു ഇവന്റെ ദുആയും അവർക്ക് വേണ്ടി സ്വീകരിക്കുമാറാകട്ടെ. അവരെഴുതുന്നു, ഞാൻ വെള്ളിയാഴ്ച ദിവസം സ്വപ്നത്തിൽ കണ്ടു, എന്റെ വീട്ടിൽ ഒരുപാട് ആളുകൾ വരുന്നു, വളരെയധികം ഫോട്ടോ എടുക്കുന്നു. ഞാൻ ഭയപ്പെട്ട് എഴുന്നേറ്റു. എന്നിട്ട് എന്റെ ഭർത്താവിനോട് പറഞ്ഞു, എനിക്കൊരു സ്വപ്നം കണ്ടു, അതുമൂലം ഞാൻ ഭയപ്പെടുന്നു. ഈ സ്വപ്നത്തെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമല്ല ഉള്ളത്, അതുകൊണ്ട് സദക്ക നൽകിയാലും. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓഫീസിൽ പോകുമ്പോൾ സദക്ക നൽകുന്നതായിരിക്കും. എന്നാൽ അതിനു മുമ്പ് തന്നെ ദുഃഖവാർത്ത വന്നു. മാതാവ് പറയുന്നു, ഞാൻ ഏതെങ്കിലും വസ്ത്രം എപ്പോൾ നൽകിയാലും നല്ല നിലയിൽ അണിയുകയും വളരെ പ്രശംസിക്കുകയും ചെയ്യുമായിരുന്നു. അതിഥി സൽക്കാരത്തിൽ വളരെ മുൻപിലായിരുന്നു. അഥവാ ആരെങ്കിലും അവനെ ഒരിക്കൽ സൽക്കരിച്ചാൽ അതൊരിക്കലും മറക്കുമായിരുന്നില്ല. പിന്നീട് അവരെ എപ്പോഴെങ്കിലും കണ്ടാൽ അല്ലെങ്കിൽ അവർ ഇസ്ലാമാബാദിൽ വന്നാൽ ഉടനെ തന്നെ വീട്ടിൽ വന്ന് പറയും, ഇന്ന ആളുകൾ വന്നിട്ടുണ്ട്, ഭക്ഷണം തയ്യാറാക്കിയാലും അവരെ ഭക്ഷണത്തിന് ക്ഷണിച്ചാലും. പറയുന്നു, തന്റെ ട്രിപ്പിന് പോകുന്നതിന് മുമ്പ് എനിക്ക് ഫോണിൽ ഉറുദുവിൽ എഴുതുന്നത് പഠിപ്പിച്ചു. താങ്കൾക്ക് മറ്റു സഹോദരന്മാരോട് അവസ്ഥകൾ ചോദിക്കേണ്ടതായി വരുന്നു, അതുകൊണ്ട് താങ്കൾ എനിക്ക് ഉറുദുവിൽ എഴുതിയാലും ഞാൻ നിങ്ങൾക്ക് സ്വയം മറുപടി നൽകുന്നതാകും. ഞാൻ ഉപദേശിക്കുന്നതനുസരിച്ച് പൂർണ്ണമായും പ്രവർത്തിക്കാൻ ശ്രമിക്കുമായിരുന്നു. ഇത് തന്നെയാണ് അവന്റെ സുഹൃത്തുക്കളും പറഞ്ഞത്. ഖിലാഫത്തുമായി ബന്ധം സ്ഥാപിച്ചു. ജമാഅത്ത് വ്യവസ്ഥയുടെ ചെറിയ കൽപ്പനകൾ പോലെ അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. മാതാവ് പറയുന്നു, എന്നോട് പറഞ്ഞു, ഉമ്മി, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഇത്ര നല്ല ഒരു മുറബിയായി തീരണം, ജമാഅത്തിന് ഒരുപാട് തബ്ലീഗ് ചെയ്യണം. എന്നാൽ ഇത്രയധികം അഹമ്മദികൾ ഉണ്ടാകണം, താങ്കൾ എന്നിൽ അഭിമാനിക്കണം. അദ്ദേഹത്തിന്റെ സഹോദരി റഫിയ സാഹിബ പറയുന്നു, സ്നേഹമുള്ള സഹോദരനായിരുന്നു, ചെറുപ്പമായിരുന്നു, എന്നാൽ അവന്റെ ചിന്ത വളരെ ഗഹനമായിരുന്നു. അവൻ ചെറുതായിരുന്നിട്ടും എല്ലാവരെയും ശ്രദ്ധിക്കുന്ന, എല്ലാവരെയും അവരുടെ പ്രായമനുസരിച്ച് അവരോട് സംസാരിക്കുമായിരുന്നു. ഇതുവരെയും അവൻ ആരുടെയും ഹൃദയം വേദനിപ്പിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും വളരെ നല്ല നിലയിൽ കേൾക്കുകയും വളരെ ബഹുമാനത്തോടു കൂടി മറുപടി നൽകുകയും ചെയ്യുമായിരുന്നു. ഇസ്ലാമാബാദിൽ ജോലി ചെയ്യാൻ ആളുകൾ പോകുമ്പോൾ ജോലിക്കാർ മുമ്പ് അറ്റകുറ്റപ്പണികളും മറ്റും നടക്കുമായിരുന്നു. അല്ലെങ്കിൽ ലജ്ന ഹാൾ നിർമ്മിക്കുമ്പോൾ അവിടെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, ചായയും മറ്റും എത്തിക്കുക, മറ്റ് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുക, എപ്പോഴും അവർ സേവിച്ചുകൊണ്ടിരുന്നു. ആളുകൾ പറയുമായിരുന്നു, ഈ ഒരു ആൺകുട്ടി മാത്രമാണ് ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ സഹോദരൻ അസദ് സലീം പറയുന്നു, വളരെ സാധാരണ പ്രകൃതത്തിന്റെ ഉടമയായിരുന്നു, നേരെ ചൊവ്വയുള്ള കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. ഞങ്ങൾ അടുത്ത കാലത്ത് പ്രിയപ്പെട്ട ഈ കുട്ടിക്ക് വേണ്ടി ഒരു പുതിയ വണ്ടി വാങ്ങിച്ചു നൽകി. അവനൊരു സർപ്രൈസ് നൽകി. രണ്ട് സഹോദരന്മാരും നല്ല ജോലി ചെയ്യുന്നവരാണ്. അവർ തങ്ങളുടെ ചെറിയ സഹോദരന് ഒരു വണ്ടി വാങ്ങി നൽകി. എന്നാൽ ഏറ്റവും ആദ്യം അവൻ ഈ വണ്ടിയെക്കുറിച്ച് ചോദിച്ചത് അതിന് എന്ത് വിലയാണ് എന്നാണ്. പറയുന്നു, ഞാനൊരു മുറബി എന്ന നിലയിൽ എനിക്ക് സാധാരണ ജീവിതമാണ് നയിക്കേണ്ടത്, വില കൂടുതലുള്ള സാധനങ്ങൾ വാങ്ങാൻ പാടില്ല. ഇദ്ദേഹത്തിന്റെ സഹോദരി അമത്തുൽ ഹഫീസ് സാഹിബ എഴുതുന്നു, അവന്റെ ഒരു ഗുണം ഇതായിരുന്നു, ഒരാളുടെയും തിന്മ കേൾക്കാൻ അവന് ഇഷ്ടമായിരുന്നില്ല. ആളുകളുടെ നെഗറ്റീവായ ചിന്താഗതികളെ
നല്ല രീതിയിലാക്കാനുള്ള കഴിവ് അവനുണ്ടായിരുന്നു. അവൻ ഇതാണ് പറഞ്ഞിരുന്നത്, നാം ആളുകളുടെ നന്മകളിലേക്കാണ് ദൃഷ്ടി പതിപ്പിക്കേണ്ടത്. അവരുടെ തിന്മകളെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യേണ്ടതാണ്. പ്രകൃതത്തിലുള്ള സാധാരണത്തിന്റെ ഉദാഹരണം ഇതാണ്. മാതാവ് അവന് ഈദിന് പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകിയപ്പോൾ ആ വസ്ത്രം ധരിച്ച് വളരെയധികം വ്യാകുലപ്പെടുമായിരുന്നു. ആ വസ്ത്രത്തിൽ ആവശ്യത്തിൽ കൂടുതൽ കാണിച്ചുകൂട്ടലും പ്രകടനാത്മകതയും ഉണ്ടാകുമോ എന്ന് ശങ്കിച്ചിരുന്നു. അതുകൊണ്ട് തന്റെ പഴയ ജാക്കറ്റോ മറ്റോ വസ്ത്രത്തിന് മുകളിൽ അണിയുമായിരുന്നു. ജാമിയ അഹമ്മദിയയിലെ അധ്യാപകൻ ഖുദ്ദൂസ് സാഹിബ്, അദ്ദേഹവും കൂടെ ഉണ്ടായിരുന്നു, പറയുന്നു, ഞാൻ ചെറുപ്പം മുതൽ തന്നെ ഇവനെ അറിയും. റസാ സലീമിനെ ജാമിയയിൽ പ്രവേശിച്ചപ്പോൾ ഞാൻ ഷാഹിദ് ക്ലാസ്സിലായിരുന്നു. ഈ അർത്ഥത്തിൽ വിനീതൻ ഒരു വർഷം മാത്രമാണ് അവനോടൊപ്പം ജാമിയയിൽ കഴിച്ചുകൂട്ടിയിട്ടുള്ളത്. എന്നാൽ ഖുദ്ദാമുൽ അഹമ്മദിയയുടെ തർബിയത്തി ക്ലാസുകളിലും ഇജ്തിമാകളിലും ജൽസ സാലാനയുടെ ഡ്യൂട്ടികളിലും ഒരുമിച്ച് നൽകാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. സദർ ഖുദ്ദാമുൽ അഹമ്മദിയായും എന്നോട് പറഞ്ഞവിടെ ഖുദ്ദാമുൽ അഹമ്മദിയയുടെ ഇജ്തിമായിൽ ആൺകുട്ടികളുടെ ചോദ്യോത്തരത്തിൽ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ ഇവൻ പ്രവർത്തിച്ചു. ഖുദ്ദൂസ് സാഹിബ് എഴുതുന്നു, അസീസം റസാ സലീമിന്റെ ഡ്യൂട്ടി ഹൈജീൻ വകുപ്പിലാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഹൈജീൻ എന്ന് പറയുന്നു വളരെ തിരഞ്ഞെടുത്തൊരു വാക്കാണ്. എന്നാൽ യഥാർത്ഥ കാര്യം ഇതാണ്, വൃത്തിയുടെയും മറ്റും കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹം ഒരിക്കലും ഈ വകുപ്പിൽ എന്തിനാണ് എന്റെ ഡ്യൂട്ടി വെച്ചത് എന്ന് ചോദിച്ചില്ല. എന്നാൽ ആ ഡ്യൂട്ടി വളരെ അധ്വാനത്തോടും ആത്മാർത്ഥതയോടും സ്ഥിരചിത്തതയോടും കൂടി നിർവഹിക്കുമായിരുന്നു. അദ്ദേഹം പറയുന്നു, എനിക്ക് ജാമ്യയിൽ പഠിപ്പിക്കാനും അവസരം ലഭിച്ചു. വളരെ കഴിവുള്ള വിദ്യാർത്ഥിയായിരുന്നു. ക്ലാസ്സിൽ ഏറ്റവും മുന്നിൽ അറ്റൻറ്റീവ്ലിയായി ഇരിക്കുമായിരുന്നു. എപ്പോഴും പുഞ്ചിരിച്ച് കൊണ്ട് സംസാരിക്കുമായിരുന്നു. അവൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള കോപം പ്രകടിപ്പിച്ചതായി എനിക്കറിയില്ല. മറിച്ച് എല്ലായ്പ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി പരിശ്രമിക്കുമായിരുന്നു. ക്രിക്കറ്റിനോടും താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ സ്കോറോ മറ്റോ നോക്കേണ്ടതുണ്ടെങ്കിൽ എപ്പോഴും ടീച്ചേഴ്സിനോട് ചോദിച്ചു പോകുമായിരുന്നു. പറയുന്നു, ഈ ഹൈക്കിന് ഇടക്ക് ഞങ്ങൾ ഒരു രാത്രി ഹട്ടിൽ കഴിച്ചുകൂട്ടി. അതിന്റെ ബാത്റൂമിന്റെ വാതിലിന് ലോക്കുണ്ടായിരുന്നു. എല്ലാവരും അവനോട് പറഞ്ഞു, നീ വാതിൽക്കൽ നിൽക്കണം. വളരെ സന്തോഷത്തോടു കൂടി ജോലി ചെയ്തു. ഇതുകൂടി പറഞ്ഞു, ഇനി രാത്രി ആർക്കെങ്കിലും പോകേണ്ടി വന്നാൽ എന്നെ ആ സമയത്ത് തീർച്ചയായും ഉണർത്തണം. തങ്ങളുടെ ഹൈക്കിന് ഇടക്ക് തന്റെ ക്ലാസ്മേറ്റ് അസീസം ജാഫറിനോടൊപ്പം ഹൈക്കിങ്ങിന് ശേഷം ക്രൊയേഷ്യയിൽ പോകേണ്ടതായിരുന്നു. അവിടെ വെച്ച് സാഫിറിന് കണ്ണിന് പരിക്കുപറ്റി കൂടെ കൂടെ വ്യാകുലത പ്രകടിപ്പിച്ചു. ഹൈക്കിങ് കഴിഞ്ഞ് താഴെ ചെന്ന് ഇൻഷാ അല്ലാ നിന്നെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നതാണ്, ചെക്കപ്പ് നടത്തുന്നതാണ്. അദ്ദേഹം എഴുതുന്നു, റസാ സലീം വളരെ മുഖ്ലിസായ വഖഫ് ജിന്ദഗിയായിരുന്നു. അധ്വാനം, സ്ഥിരചിത്തത, എല്ലാവരോടും നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറുക എന്നിവ അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ഗുണങ്ങളായിരുന്നു. അതേപോലെ തന്നെ സഹീർ ഖാൻ സാഹിബ് ജാമിയ അഹമ്മദിയയിലെ ഒരു ടീച്ചറാണ്. അദ്ദേഹം എഴുതുന്നു, കഴിഞ്ഞ 2 വർഷമായി അസീസം റസായുടെ ക്ലാസ്സിനെ പഠിപ്പിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചിരുന്നു. വിനീതന് കുട്ടിയിൽ ഒരു വ്യത്യസ്ത ഗുണം കണ്ടത്, അവനെ ഏതൊരു കാര്യം ഏൽപ്പിച്ചാലും വളരെയധികം പരിശ്രമത്തോടും ആത്മാർത്ഥതയോടും ഉത്തരവാദിത്വത്തോടും കൂടി ചെയ്യുമായിരുന്നു. ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ആ ജോലി ഏൽപ്പിച്ചിരുന്ന മറ്റു കുട്ടികൾ അവിടെയോ ഇവിടെയോ പോയാലും അവൻ ഒറ്റക്ക് ആ ജോലി ചെയ്യുമായിരുന്നു. ഏതുവരെ ആ ജോലി പൂർത്തിയാകുന്നില്ലയോ അതുവരെ തന്റെ കഴിവനുസരിച്ച് അത് ചെയ്തുകൊണ്ടിരുന്നു. റസാ സലീമിന്റെ ഒരു വളരെ നല്ല സ്വഭാവം ഇതായിരുന്നു, ഒരിക്കലും തന്നെ അനാവശ്യമായ ചോദ്യം ചോദിക്കുമായിരുന്നില്ല. എപ്പോഴെങ്കിലും ചോദ്യം ചോദിച്ചിരുന്നുവെങ്കിൽ അത് പൊതുവിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇസ്ലാമിനെയും അഹമ്മദിയത്തിനെയും കുറിച്ചുള്ള ആരോപണങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു. ചിലപ്പോൾ പറയും, അവന്റെ ഏതെങ്കിലും അമുസ്ലിം അല്ലെങ്കിൽ അനഹമ്മദി സുഹൃത്തുമായി സംസാരിച്ചിരുന്നു. അവരാണ് ഈ ചോദ്യം ചോദിച്ചത്. അഥവാ അള്ളാഹു അവന്റെ ഹൃദയത്തിൽ ഇസ്ലാമിന്റെയും അഹമ്മദിയത്തിന്റെയും പ്രതിരോധത്തിനും അതിൽ ഉണ്ടാകുന്ന ആരോപണങ്ങൾക്കും എതിരെയുള്ള ഒരു വെളിച്ചം തെളിയിച്ചു വെച്ചിരുന്നു. പറയുന്നു, അസീസം റസ 1-2 തവണ എന്റെ കൂടെ വണ്ടിയിൽ ലിഫ്റ്റ് ചോദിച്ചിരുന്നു. 2 തവണ അവന്റെ USB സ്റ്റിക്ക് പോക്കറ്റിൽ നിന്ന് വണ്ടിയിൽ വീണുപോയി. ആ സ്റ്റിക്കിൽ ഹദരത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഓഡിയോ ബുക്ക് നിറഞ്ഞതായിരുന്നു. ഏതെങ്കിലും വിധത്തിലുള്ള തലതിരിഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ഉസ്താദ് സയ്യദ് മഷ്ഹൂദ് അഹമ്മദ് സാഹിബ് എഴുതുന്നു, ട്യൂട്ടോറിയൻ ഗ്രൂപ്പിൽ അംഗമായിരുന്നു. സിലബസ് അനുസരിച്ചുള്ള പഠനത്തോടൊപ്പം വൈജ്ഞാനിക കായിക മത്സരങ്ങളിലും അസാധാരണമായ താല്പര്യം കാണിച്ചിരുന്നു. അസീസിന്റെ
ജനറൽ നോളേജ് മറ്റു വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് വളരെ ഉന്നതമായിരുന്നു. കഴിഞ്ഞ വർഷം ബൈത്തുൽ ബാസി മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഏകദേശം 500-ലധികം വരി കവിത മനഃപ്പാടമാക്കി. ഈ പ്രത്യേകത വളരെ പ്രകടമായിരുന്നു. കവിത മനഃപ്പാടമാക്കുന്നതിന് മുമ്പ് അത് കാണാതെ പഠിക്കുക മാത്രമല്ല ചെയ്തിരുന്നു, മറിച്ച് അതിലെ വിഷയം മനസ്സിലാക്കിയിരുന്നു. അതിനായി സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നും ഉസ്താദന്മാരിൽ നിന്നും മാർഗനിർദ്ദേശം തേടിയിരുന്നു. പറയുന്നു, റസാ സലീമിന് തബ്ലീഗിൽ വളരെയധികം ആവേശമുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വഖഫ് ആർസിക്കായി ഹാംപ്ടൺ ജമാഅത്തിലേക്ക് അയച്ചു. അവിടെ അസീസം ലീഫ്ലെറ്റ് വിതരണം ചെയ്തു. കൂടാതെ പ്രാദേശിക ജമാഅത്ത് അംഗങ്ങളോടൊപ്പം ചേർന്ന് വിവിധങ്ങളായ തബ്ലീഗി സ്റ്റാളുകൾ സംഘടിപ്പിച്ചു. ഇതിൽ അവർ ഒരു ഇംഗ്ലീഷുകാരനെ കണ്ടുമുട്ടി. അയാൾ മതപരമായി ഒരു സജീവ ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹത്തിന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ഗവേഷണത്തിന്റെ വെളിച്ചത്തിൽ ഹദ്റത്ത് മസീഹ് നാസിയെ കുറിച്ച്, കുരിശിൽ നിന്ന് രക്ഷപ്പെട്ടതിനെ കുറിച്ചും കശ്മീരിലേക്ക് പലായനം ചെയ്തതിനെ കുറിച്ചും പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെയധികം അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന് മസ്ജിദിനെ പരിചയപ്പെടുത്തി, അദ്ദേഹത്തെ ക്ഷണിച്ചു. അതിനുശേഷം സ്ഥിരമായ തബ്ലീഗ് എന്ന നിലയിൽ അദ്ദേഹത്തോട് ബന്ധം വെച്ചു. അതുപോലെ തന്നെ പ്രാദേശിക ജമാഅത്ത് ഇസ്ലാമാബാദും ജാമിയ അഹമ്മദിയായും ലീഫ്ലെറ്റിന്റെ വിതരണം, തബ്ലീഗ് സ്റ്റാൾ എന്നിവയ്ക്ക് എപ്പോഴും തയ്യാറായിരുന്നു. കഴിഞ്ഞ വർഷം ഇവരുടെ ക്ലാസ്സിലെ കുറച്ച് വിദ്യാർത്ഥികളെ, ജാമ്യയിലെ കുറച്ച് വിദ്യാർത്ഥികൾ ചൂടുകാലത്ത് സ്പെയിനിൽ പോയിരുന്നു. അവിടെ ഞാൻ അവരോട് പറഞ്ഞിരുന്നു, ചുരുങ്ങിയത് 50,000 ലീഫ്ലെറ്റ്സ് വിതരണം ചെയ്തു വരണം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ഗ്രൂപ്പ് 50,500 ലീഫ്ലെറ്റ് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മൻസൂർ റിസ സാഹിബ് ജാമ്യയിലെ അധ്യാപകനാണ്, എഴുതുന്നു, വളരെ എളിയ പ്രകൃതമുള്ള വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ ഒരിക്കലും തന്നെ അവന്റെ മുഖത്ത് നെറ്റ് ചുളിക്കുന്നതോ കോപത്തിന്റെയോ അടയാളം കണ്ടില്ല. ഖിലാഫത്തിനും ജമാഅത്തി നിസാമിനും കുറിച്ചുള്ള അനാവശ്യമായ ആരോപണം ആരെങ്കിലും നടത്തിയാൽ, എപ്പോഴെങ്കിലും ചെയ്താൽ, ഞാൻ ആ സമയത്ത് അവന്റെ മുഖത്ത് കോപത്തിന്റെ ശക്തമായ അടയാളം കണ്ടു. ഈ കാര്യം വ്യക്തമായ തെളിവായിരുന്നു. അസീസിന്റെ രോമകൂപങ്ങളിൽ ഖിലാഫത്തിനോടുള്ള സ്നേഹവും അതിനുവേണ്ടിയുള്ള ആത്മാഭിമാനവും നിറഞ്ഞു തുളുമ്പുന്നതായിരുന്നു. പറയുന്നു, ഖിലാഫത്തുമായുള്ള ബന്ധത്തിന്റെ ഉദാഹരണം ഇതുകൂടിയാണ്. അതുപോലെ തന്നെ ദീനി അറിവ് കരസ്ഥമാക്കുന്നതിന്റെയും. ഞാൻ എപ്പോഴെങ്കിലും ക്ലാസ്സിൽ എന്റെ ഖുത്ബകളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഖുത്ബയുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധന നടത്തിയാൽ അസീസിന് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുമായിരുന്നു. പിന്നീട് ഇദ്ദേഹം പറയുന്നു, ഇത് അങ്ങനെയാണ് എല്ലാവരും എഴുതുന്നു. അസീസിന് തബ്ലീഗിന് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അനഹമ്മദികൾക്ക് തബ്ലീഗ് ചെയ്യുന്നത് അവന്റെ മാമൂലായിരുന്നു. അധ്യാപകരുടെ മാർഗനിർദ്ദേശത്തോടെ വളരെ അധ്വാനത്തോടു കൂടി അനഹമ്മദി ഈ സഹോദരങ്ങളുടെ ആരോപണങ്ങൾക്ക് തെളിവുകളോടുകൂടിയുള്ള മറുപടി നൽകുമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്മേറ്റ് അസീസം സഫീർ അഹമ്മദ് എഴുതുന്നു, ഞാൻ ബെൽജിയത്തിൽ നിന്നാണ്. അവന് അറിയാമായിരുന്നു ഞാൻ അവിടെ നിന്നാണ്. വീട്ടിൽ പോകാറില്ല. അതുകൊണ്ട് വീക്കെൻഡിൽ എന്നെ ഉറപ്പായും തന്റെ വീട്ടിലെ പാകം ചെയ്ത ഭക്ഷണം കഴിപ്പിക്കാനായി കൊണ്ടുപോകുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇംഗ്ലീഷ് ബലഹീനമാണ്. ഇംഗ്ലീഷ് പരീക്ഷയിൽ എപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് പരീക്ഷയ്ക്ക് തയ്യാറാക്കുമായിരുന്നു. ഇതുപോലെ തന്നെ ഷാ തബ്രീസ് അസീസ് പറയുന്നു, വളരെ മൃദുലമായ സ്വഭാവമുള്ള, സന്തോഷത്തോട് മറ്റുള്ളവരെ കാണുന്ന ആളായിരുന്നു. എല്ലായ്പ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറായിരുന്നു. പറയുന്നു, ഞങ്ങളെ വഖഫ് ആർസി ഈ കൈ അയച്ചപ്പോൾ മാർക്കറ്റിൽ ഞങ്ങൾ തബ്ലീഗി സ്റ്റാൾ വെച്ചപ്പോൾ 2 ക്രിസ്ത്യാനികൾ വന്നു. റസ വളരെ നല്ല രീതിയിൽ ജമാഅത്തിന് സന്ദേശം എത്തിച്ചു. മർഹൂമിന്റെ അറിവ് വളരെ വിശാലമായിരുന്നു. തബ്ലീഗ് ചെയ്യാനുള്ള വളരെ ആവേശമുണ്ടായിരുന്നു. ഒരിക്കലും തന്നെ ദേഷ്യത്തോടുകൂടി സംസാരിക്കുമായില്ല. കുട്ടികളെ ഒരുമിച്ച് കൂട്ടും. പിന്നീട് ഉല്ലാസത്തിനുള്ള മറ്റു പരിപാടികളും സംഘടിപ്പിക്കും. പറയുന്നു, ഒരു സംഭവം വിനീതന് ഓർമ്മയുണ്ട്. 2014 ഓഗസ്റ്റിലെ വഖഫ് ആർസിക്കിടക്ക് വിനീതനും റസ സലീമും തബ്ലീഗ് സ്റ്റാൾ ഇട്ടിരിക്കുകയായിരുന്നു. പോകുന്നതിന് കുറച്ചു മുമ്പ് റിട്ടേൺ ഫസ്റ്റിന്റെ ആളുകൾ വന്നു. ഇവർ ഇസ്ലാമിന് എതിരുള്ള ആളുകളാണ്. അവർ ലീഫ്ലെറ്റ് വിതരണം ചെയ്യുകയായിരുന്നു. അവർ ഞങ്ങളുടെ അടുത്ത് എത്തിയപ്പോൾ റസ സലീമിനോട് കോപാകുലരായിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹം വളരെ അനുകമ്പയോടും നിർമ്മലതയോടും കൂടി തന്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞു. അവസാനം അവർക്ക് അറിയാൻ കഴിഞ്ഞു ഇവർ തീവ്രവാദികളായ മുസ്ലിങ്ങളിൽ ഉൾപ്പെട്ടവരല്ല.
तरह इनके അതുപോലെ തന്നെ पढ़ने वाले जामिया में ഇദ്ദേഹത്തോടൊപ്പം പഠിക്കുന്ന ജാഫിർ പറയുന്നു, ഇവൻ ഒരിക്കൽ ക്ലാസ് റൂമിൽ ഇരിക്കുകയായിരുന്നു. ഒന്നിച്ച് പെട്ടെന്ന് लिया और कहा മാർക്കിൽ കയ്യിലെടുത്ത് ബോർഡിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ജാഫിർ, നമ്മൾ ജാമ്യയിൽ ഒരുപാട് സമയം പാഴാക്കി കളയുന്നു. എന്നിട്ട് कि हमें ബോർഡിൽ ടൈം ടേബിൾ എഴുതാൻ തുടങ്ങി. ഒഴിവു സമയം ഹൈലൈറ്റ് ആക്കി എഴുതി. നാം ഈ സമയത്തും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതാണ്. ഈ സമയവും നാം പ്രൊഡക്റ്റീവ് ആക്കി തീർക്കേണ്ടതാണ്, സമയം പാഴാക്കുന്നതിന് പകരം. इसी तरह അതുപോലെ തന്നെ उस्ताद के साथ बैठ के അധ്യാപകരോടൊപ്പം ഇരുന്ന് വിവിധ വിഷയങ്ങൾ പഠിക്കാൻ पढ़ने का इरादा किया था इन्होंने। ഇവൻ ഉദ്ദേശിച്ചിരുന്നു. ഒഴിവു സമയങ്ങളിൽ फिर यही लड़का जिसकी आंख तो पहले പിന്നീട് ഈ കുട്ടി തന്നെ, ഇവന്റെ കണ്ണിനാണ് പരിക്ക് പറ്റിയിരുന്നത്, मुझे चोट लगी थी മുമ്പ് പരാമർശിച്ചിട്ടുണ്ട്. പറയുന്നു, तरह എനിക്ക് നിസ്സാരമായ പരിക്ക് പറ്റിയിരുന്നു. അവസാന സമയത്ത് കൂടെ കൂടെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, ജാഫർ, നമ്മൾ താഴെത്തിയാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും, हो सके। നിനക്കവിടെ ശരിക്ക് ഉള്ള ചികിത്സ ലഭിക്കും. फिर ये कहते हैं कि പിന്നീട് ഇദ്ദേഹം പറയുന്നു, അപകടത്തിന് മുമ്പ്, പർവ്വതത്തിൽ നിന്ന് താഴെ വരുന്നതിന് മുമ്പ് ഇടയ്ക്ക് എന്റെ കാൽ വഴുതിയിരുന്നു. ജാഫിറിന്റെ കാൽ വഴുതുമായിരുന്നു. മർഹൂമിന് ഈ കാര്യത്തിൽ വലിയ ചിന്ത ഉണ്ടായിരുന്നു. പറയുമായിരുന്നു, ശ്രദ്ധിച്ചു നടക്കണം. इसी तरह गुज़श्ता साल कहते हैं हाइकिंग അതുപോലെ പറയുന്നു, കഴിഞ്ഞ വർഷം ഹൈക്കിങ്ങിനിടയ്ക്ക് की वजह से എനിക്ക് ഉയരം കൂടുതൽ കാരണം പ്രയാസമുണ്ടായി. सिकनेस कहते हैं। ആർട്ടിറ്റ്യൂഡ് സിക്നസ് എന്നതിന് പറയുന്നു. बार मुझे तसल्ली दिया करता, हाल पूछा करता। അപ്പോൾ കൂടെ കൂടെ എന്നെ സമാധാനിപ്പിക്കുകയും അവസ്ഥകൾ ചോദിക്കുമായിരുന്നു. എന്നാൽ തക്ദീറിന് മറ്റു ചിലതാണ് അനുവദനീയം എന്നറിയുമായിരുന്നില്ല. हमेशा जमात पर പിന്നീട് വീക്കെൻഡിൽ നിന്ന് തിരിച്ചു വന്നതിനു ശേഷം ജമാഅത്തിനെതിരിൽ ഉള്ള ആരോപണങ്ങൾ ഓർത്തു വരികയും തന്റെ അധ്യാപകരോട് അതിനെക്കുറിച്ച് മറുപടി ചോദിക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ജാമിയ അഹമ്മദിയിലെ മറ്റൊരു വിദ്യാർത്ഥി ഹാഫിസ് താഹ പറയുന്നു, खिलाफत का फिदाई था। ഖിലാഫത്തിനു വേണ്ടി സർവസ്വം ത്യജിച്ചവനായിരുന്നു. കാലത്തിന്റെ ഖലീഫ അങ്ങേറ്റം സ്നേഹിക്കുന്ന ആളായിരുന്നു. खिलाफत ആരിൽ നിന്നും बात बर्दाश्त न करता, കാലത്തിന്റെ ഖലീഫക്കും ജമാഅത്ത് വ്യവസ്ഥിതിക്കുമെതിരെയുള്ള ഒരു കാര്യവും കേൾക്കുന്നത് दूर हो गया था। സഹിക്കുമായിരുന്നില്ല. ഒരിക്കൽ ജമാഅത്തിൽ നിന്ന് വിദൂരപ്പെട്ട ഒരു വ്യക്തി ഖിലാഫത്തിനെ കുറിച്ച് തെറ്റായ കാര്യം പറഞ്ഞപ്പോൾ റസ അയാളോട് പറഞ്ഞു, खिलाफत के मुतालिक या खिलाफत के खिलाफ कोई बात मैं എനിക്ക് നിങ്ങളുടെ എല്ലാ വാക്കുകളും കേൾക്കാൻ സാധിക്കും, എന്നാൽ ഖിലാഫത്തിനെതിരെയുള്ള ഒരു കാര്യവും എനിക്ക് സഹിക്കാൻ പോലും സാധിക്കുകയില്ല. മറ്റൊരു വിദ്യാർത്ഥി ദാനിയാൽ എഴുതുന്നു, कि हाइकिंग पिछले साल की जो കഴിഞ്ഞ വർഷത്തെ ഹൈക്കിങ്ങിന് ശേഷം ഞങ്ങൾ हाफिज एजाज से लेसन ले ഹാഫിസ് എജാസിൽ നിന്ന് ഹൈക്കിങ്ങിന്റെ പാഠം പഠിക്കുകയായിരുന്നു. ഹൈക്കിങ്ങിന് പോകുന്നതിന് മുമ്പ് ഇവൻ വളരെ സന്തോഷത്തിലായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഫോണിൽ വീഡിയോ ഉണ്ടാക്കി भेज रहे थे। അയക്കുകയായിരുന്നു. हमेशा हमें खुश रखने की कोशिश करता എപ്പോഴും ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. कि वक्त ज़ाया ना हो, സമയം പാഴാകരുത് എന്ന क्या कर रहे हो, ശ്രമം ഉണ്ടാകും. എല്ലാ ആഴ്ചയും ഏതെങ്കിലും ഒരു പുതിയ പുസ്തകത്തിന്റെ വായന നടത്തും. തഹജ്ജുദ് കൃത്യമായി അനുഷ്ഠിക്കാൻ പരിശ്രമിക്കുമായിരുന്നു. തന്റെ സുഹൃത്തുക്കളോട് പറയുമായിരുന്നു, ശക്തമായ നിലയിൽ എന്നെ ഉണർത്തണം തഹജ്ജുദിന്റെ സമയത്ത്, അഥവാ അവൻ ഉറങ്ങുകയാണ് എങ്കിൽ. पढ़ाई के अलावा दुनिया ജാമ്യയിലെ പഠനത്തിനു ശേഷം ഭൗതിക വിദ്യാഭ്യാസം കരസ്ഥമാക്കാനുള്ള താല്പര്യവും ഉണ്ടായിരുന്നു. ജനറൽ നോളജിലും കവിതാരചനയിലും വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കുമായിരുന്നു. ചുരുക്കത്തിൽ वाक़यात लोगों അനേകം സംഭവങ്ങൾ ആളുകൾ എനിക്ക് എഴുതിയിട്ടുണ്ട്. അള്ളാഹു മർഹൂമിന്റെ ദർജകൾ ഉയർത്തുമാറാകട്ടെ. തന്റെ പ്രിയപ്പെട്ടവരുടെ കാൽച്ചുവടുകളിൽ സ്ഥാനം നൽകുമാറാകട്ടെ. जैसे मैंने पहले भी ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കുട്ടി करने से पहले ही ജാമിയ പാസ്സാകുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും നല്ല മുബല്ലിഗും മുറബിയും ആയിരുന്നു. और खिलाफत के लिए ഖിലാഫത്തിനായി അങ്ങേയറ്റത്തെ ആത്മാഭിമാനമുള്ള ആളായിരുന്നു. അള്ളാഹു दुनिया के जामियात के ലോകത്തിലെ ജാമിയയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും किताब फरमाए। ഈ തൗഫീക്ക് നൽകുമാറാകട്ടെ. അവരും ആത്മാർത്ഥതയിലും കൂറിലും പുരോഗമിക്കുന്നവരായി തീരട്ടെ. തങ്ങളുടെ നിർബന്ധ കടമകൾ നിറവേറ്റുന്നവരായി തീരട്ടെ. അസീസിന്റെ സുഹൃത്തുക്കൾ കേവലം ഇദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്നവർ മാത്രമാകാൻ പാടില്ല, മറിച്ച് സൗഹൃദത്തിന്റെ കടമ ഇതാണ്. ഇനി ആ കടമ ഇപ്രകാരം നിറവേറ്റുക: ഈ ശ്രേഷ്ഠകൾ സ്വായത്തമാക്കി തങ്ങളുടെ മുഴുവൻ കഴിവുകളും ദീനീ സേവനത്തിനു വേണ്ടി ഉപയോഗിക്കുക. और मुझे भी और आइंदा എനിക്കും ഭാവിയിൽ വരുന്ന ഖലീഫമാർക്കും എല്ലായ്പ്പോഴും ഏറ്റവും നല്ല സഹായികളും സുൽത്താൻ നസീറുകളും अल्लाह ताला ലഭിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ. को भी और बहन അള്ളാഹു മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ഹൃദയസമാധാനം നൽകുമാറാകട്ടെ. ഏതൊരു और अल्लाह ताला की रजा पर रजा സഹനവും അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ തൃപ്തി കൈക്കൊണ്ടുകൊണ്ട് ഇവർ പ്രകടിപ്പിച്ച കാര്യം
അതിൽ അവർ എപ്പോഴും നിലനിൽക്കുന്നവരായി തീരട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നവരായി തീരട്ടെ. ഭാവിയിൽ എല്ലാ പരീക്ഷയിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു ഇവരെ രക്ഷിക്കുമാറാകട്ടെ. നമസ്കാരത്തിനു ശേഷം ഇൻഷാ അള്ളാഹു താല ജനാസ നമസ്കാരം നടക്കും. ജനാസ ഹാസിറാണ്. ഞാൻ പുറത്തുപോയി ജനാസ നമസ്കരിപ്പിക്കും. സഹോദരന്മാർ ഇവിടെ തന്നെ സഫുകൾ ശരിയാക്കുക. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.